വെൽക്കം ബാക്ക് ടു ദി ചാനൽ OET വിത്ത് ടിൻസി. അപ്പം ഇന്ന് പാർട്ട് ബിയുടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനു മുമ്പും ഒത്തിരി വീഡിയോസ് പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സിയുടെ ഒക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. സോ ദ ക്വസ്റ്റ്യൻ ഡിമാൻഡ്സ് ദ പർപ്പസ് ഓഫ് ദ മെമ്മോ ഈസ് ടു. എന്താണ് ഈ മെമ്മോയുടെ പർപ്പസ് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ നമ്മൾ പാർട്ട് ബിയിൽ നമ്മൾ ഓപ്ഷൻസ് നമ്മൾ ആദ്യം നോക്കാറില്ല, നമ്മൾ നേരിട്ട് പാസേജിലേക്കാണ് പോകുന്നത്. സോ ഇവിടെ പാസേജ് നമ്മളോട് പറയുന്നത് എന്താണെന്നുള്ളത് നോക്കാം. മെമ്മോ സ്പില്ലേജസ് ഇൻ ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന സ്പില്ലേജുകളെ കുറിച്ചാണ് നമ്മളോട് ഇവിടെ പറയുന്നത്. സോ പ്രിവെന്റിംഗ് ഫോൾസ് ഇൻ ദ ED is a top priority and a big issue we have seen lately concerns liquid spillages in the public areas, especially involving hot drinks from the new vending outlets. അപ്പോൾ ഇവരോട് പറയുന്ന ഇതാണ്, പ്രിവെന്റിംഗ് ഫോൾസ് ഇൻ ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് is a top priority. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന ഫോൾസ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള പ്രയോറിറ്റി. അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ കൺസേൺ ചെയ്യിപ്പിക്കുന്ന കാര്യം എന്താണ്? സോ നമ്മൾ കൺസേൺ ആവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലിക്വിഡ് സ്പില്ലേജസ് ഒക്കെ പബ്ലിക് ഏരിയയിൽ ഉണ്ടാകുമ്പോൾ, എക്സ്പെഷ്യലി ഹോട്ട് ഡ്രിങ്ക്സ് കൊണ്ട് ഉണ്ടാകുന്ന സ്പില്ലേജ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് നമ്മളെ കൺസേൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ അപ്പൊ അങ്ങനെയുള്ള സ്പില്ലേജ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ, ഇഫ് ദർ ഈസ് സച്ച് എ സ്പിൽ, സോ അങ്ങനെയുള്ള സ്പിൽ ഉണ്ടാവുകയാണെങ്കിൽ ദ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ഓൺ ഡ്യൂട്ടി ഷുഡ് ഫോളോ ദി എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾ. എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന പ്രോട്ടോകോള് ആ ഡ്യൂട്ടിയിലുള്ള ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ഉറപ്പായിട്ടും ഫോളോ ചെയ്തിരിക്കണം. വാൺ പേഷ്യൻസ് ആൻഡ് അതേഴ്സ് ഇൻ ദ വിസിനിറ്റി ഓഫ് ദി ഇമീഡിയറ്റ് ഫോൾ റിസ്ക്. അതുപോലെ തന്നെ ആ ഒരു വിസിനിറ്റി, ആ ഒരു ഏരിയയിലുള്ള പേഷ്യൻസിനെയും മറ്റുള്ളവരെയും എന്ത് ചെയ്യണം? വാൺ ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം? ദെൻ പ്ലേസ് എ യെല്ലോ സൈൻ ഓവർ ദി അഫക്റ്റഡ് ഏരിയ. അഫക്ട് ചെയ്തിരിക്കുന്ന ഏരിയയിൽ നമ്മളൊരു യെല്ലോ സൈൻ നമ്മൾ പ്ലേസ് ചെയ്യണം, അതായത് സൈനേജ് ബോർഡ് നമ്മൾ വെക്കണം. ദെൻ മോപ്പ് അപ്പ് ദ സ്പിൽ വിത്ത് ടിഷ്യൂ പേപ്പർ. അതിനുശേഷം നമ്മൾ ആ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നമ്മൾ മോപ്പ് ചെയ്യണം. അതിനുശേഷം ദെൻ കോൾ ദ ക്ലീനർ ടു ക്ലീൻ ആൻഡ് ഡ്രൈ ഏരിയ. അതിനുശേഷം ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യാനും ഡ്രൈ ചെയ്യാനും നമ്മൾ ക്ലീനറോട് പറയണം, ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. വൺസ് ദിസ് ഓപ്പറേഷൻ ഹാസ് ബീൻ പെർഫോംഡ്, സോ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയറിന് ശേഷം ദ സൈൻ ഷുഡ് ബി റിമൂവ്ഡ്. ഈ സൈനേജ് അല്ലെങ്കിൽ കോഷൻ ബോർഡ് നമുക്ക് മാറ്റാവുന്നതാണ്. ഇഫ് എ പേഷ്യന്റ് ഈസ് ഐഡന്റിഫൈഡ് ആസ് എ റിസ്ക് ഓഫ് ക്രിയേറ്റിംഗ് എ സ്പിൽ. ഇപ്പൊ നമ്മളൊരു പേഷ്യന്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണ്, ഒരു സ്പില്ല് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പേഷ്യന്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ദേ ഷുഡ് ബി പ്രൊവൈഡ് വിത്ത് എ ക്ലോസ്ഡ് കപ്പ് ഫ്രം വിച്ച് ടു സിപ്പ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ് ഇൻഫോംഡ്. അവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു ക്ലോസ്ഡ് കപ്പ് കൊടുക്കണം. അതുപോലെ തന്നെ നഴ്സിംഗ് സ്റ്റാഫ് ഇൻഫോം ചെയ്യണം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്ന ഇതാണ്, ദ പർപ്പസ് ഓഫ് ദ മെമ്മോ ഈസ് ടു. ഈ മെമ്മോയുടെ പർപ്പസ് എന്താണെന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ ഇവിടെ ഇതാണ് പറയുന്നത്, ഇൻഫോം സ്റ്റാഫ് ഓഫ് ന്യൂ പ്രൊസീജിയേഴ്സ്. ന്യൂ പ്രൊസീജിയേഴ്സ് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ പാസേജിൽ എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? The healthcare assistant on duty should follow the established protocol. എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഓൾറെഡി ഉള്ള പ്രോട്ടോകോള് ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. സോ അതിനർത്ഥം ന്യൂ പ്രൊസീജിയേഴ്സ് എന്നല്ല, ഇൻഫോം സ്റ്റാഫ് ഓഫ് ന്യൂ പ്രൊസീജിയേഴ്സ് അല്ല, എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രൊസീജിയർ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു പ്രോട്ടോകോൾ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഔട്ട്ലൈൻ സം ചേഞ്ചസ് ഇൻ പ്രൊസീജിയേഴ്സ്. അതായത് ചില ചേഞ്ചസ് പ്രൊസീജിയറിൽ ചില ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, അത് ഔട്ട്ലൈൻ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിന്റെ പർപ്പസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രോട്ടോകോൾ ആണ്, നമ്മൾ അതിനനുസരിച്ചാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദർ ഈസ് നോ ചേഞ്ചസ് ഇൻ പ്രൊസീജിയേഴ്സ്. സോ ദ തേർഡ് ഓപ്ഷൻ ഈസ് റിമൈൻഡ് സ്റ്റാഫ് അബൌട്ട് എക്സിസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ്. എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയേഴ്സ്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രോട്ടോകോൾ നമ്മൾ ഫോളോ ചെയ്യണം. അതല്ലെങ്കിൽ എക്സിസ്റ്റ് ഉള്ള ഒരു പ്രൊസീജിയർ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, എക്സിസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതിന്റെ കാര്യമാണ്, അതിനെയാണ് നമ്മൾ ഈ ഒരു മെമ്മോ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. സോ റിമൈൻഡ് സ്റ്റാഫ് അബൌട്ട് എക്സിസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ്. അതെങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദർ ഈസ് സച്ച് എ സ്പിൽ ദ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ഓൺ ഡ്യൂട്ടി ഷുഡ് ഫോളോ ദ എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾ. ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് പ്രോട്ടോകോൾ അല്ലെ. സോ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് അത് ഫോളോ ചെയ്യണം. സോ ആ സ്റ്റാഫിനെ അതാണ് റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നത്. സോ ദ ആൻസർ ഈസ് റിമൈൻഡ് സ്റ്റാഫ് അബൌട്ട് എക്സിസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ്. സോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഇനിയും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കീപ്പ് ഓൺ വാച്ചിങ് അവർ ചാനൽ OET വിത്ത് ടിൻസി.